ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബോട്ടണി ഓൺലൈൻ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് മൂന്നാമത്തെ കിങ്ഡമായ കിങ്ഡം ഫഞ്ചൈയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ ഫംഗസുകൾ. നിങ്ങൾ ഈസ്റ്റൊക്കെ കേട്ടിട്ടില്ലേ? ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗസാണ്. അതുപോലെ ബ്രെഡൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ അതിനകത്ത് കറുത്ത നിറത്തിലുള്ളൊരു സാധനം ഇങ്ങനെ പിടിച്ച് വരും. നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് നനഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ അതായത് സൂക്ഷിക്കാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നാരങ്ങയോ അല്ലെങ്കിൽ മറ്റുള്ള അച്ചാറുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് വെള്ള നിറത്തിലൊരു പാട പോലൊരു സാധനം വന്നിങ്ങനെ നിൽക്കത്തില്ലേ? അപ്പോൾ അതൊക്കെയാണ് ഫംഗസുകളെന്ന് പറയുന്നത്. വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഫംഗസുകളുണ്ട്. പോട്ടെ, നമ്മുടെ കുമിളില്ലേ, നമ്മൾ ഒരുപാട് കുമിളുകൾ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റിലും, അതായത് നനഞ്ഞ തടിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. പിന്നെ നമ്മൾ എഡിബിളായിട്ടുള്ള, നമ്മൾ കഴിക്കുന്ന കുമിളുകളുണ്ട്. അപ്പോൾ ഈ കുമിള് എന്നൊക്കെ പറയുന്നതും യഥാർത്ഥത്തിൽ എന്താണ്? ഫംഗസുകളാണ്. അപ്പോൾ ഇതിൽ കിങ്ഡം ഫഞ്ചൈയിൽ നമുക്ക് ഫംഗസുകളെക്കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ അവയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, ഫംഗസിൻ്റെ പൊതുവായിട്ട് വരുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫംഗസുകളെ 4 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 ക്ലാസ്സുകളേതെന്നും പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗസുകളുടെ ജനറൽ ക്യാരക്ടേഴ്സ് പറയും. ഓക്കെ. ദ ഫഞ്ചൈ കൺസ്റ്റിറ്റ്യൂട്ട് എ യുണീക്ക് കിങ്ഡം ഓഫ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. ഫംഗസുകളെന്ന് പറയുന്നത്, ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഫംഗസുകളെന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണ്. എന്താണ് ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ? ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവയെ ആശ്രയിക്കുന്നത്. ഇനി ചിലതെന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക്കിൽ തന്നെ ചിലതെന്ന് പറയുന്നത് സാപ്രോഫൈറ്റുകളാകാം, ചിലത് പാരസൈറ്റുകളാകാം. എന്താണ് സാപ്രോഫൈറ്റ്? അതും പറഞ്ഞു തന്നിട്ടുണ്ട്. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ they absorb soluble organic matter from dead substances. അതായത് ജീർണിച്ച അഴുകിയ വസ്തുക്കളിൽ നിന്ന് ആഹാരം അബ്സോർവ് ചെയ്യുന്നവയാണ് നമ്മൾ സാപ്രോഫൈറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ പാരസൈറ്റുകളുണ്ട്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ദോസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ കാൾഡ് പാരസൈറ്റ്. ജീവനുള്ള ഇപ്പോൾ പ്ലാന്റ്സോ അല്ലെങ്കിൽ അനിമൽസ് അതിൻ്റെ ശരീരത്ത് വസിച്ചുകൊണ്ട് അതിൽ നിന്നും ആഹാരം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? പാരസൈറ്റുകളെന്ന് പറയും. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, സിംബയോൺസ് എന്ന് പറയും. സിംബയോണ്ട്, അതായത് ദേ ക്യാൻ ലീവ് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ ആസ് ലൈക്കൻസ്. അതായത് ആൽഗയുമായിട്ട് ചേർന്ന് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവും. അപ്പോൾ അതിനെയാണ് സിംബയോൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ലൈക്കനാണ്, ലൈക്കൻ. അതുപോലെ തന്നെ ആൻഡ് വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആസ് മൈക്കോറൈസ. ഇനി ഇവയ്ക്ക് ഹയർ പ്ലാന്റ്സിൻ്റെ, അതായത് ഉയർന്ന പടിയിലുള്ള സസ്യങ്ങളുടെ വേരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വസിക്കാറുണ്ട് ഫംഗസുകൾ. അതിനെ മൈക്കോറൈസ എന്നാണ് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ഫഞ്ചൈ ആർ ഹെറ്ററോട്രോഫിക്. ഒരുപാട് എന്താണ്? ഹെറ്ററോട്രോഫിക് ആണ്. അതിൽ തന്നെയും ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? സാപ്രോഫൈറ്റ്സ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, ലൈക്കൻസ് ഉണ്ട്, മൈക്കോറൈസ. ഓക്കെ. അപ്പോൾ അത് 4 ഓർത്തിരിക്കുക. സാപ്രോഫൈറ്റ് എന്താണ്, പാരസൈറ്റ് എന്താണ്, ലൈക്കൻ എന്താണ്, മൈക്കോറൈസ എന്താണ്? മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫഞ്ചൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ദെൻ ഇനി ഇതിൻ്റെ ബോഡിയാണ്, ഫംഗൽ ബോഡി. സാധാരണ എല്ലാ ഫംഗസുകളും ഒന്നുകിൽ യൂണിസെല്ലുലാർ ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ യൂണിസെല്ലുലാർ ഫംഗസ് എന്ന് പറയുന്ന ഒരെണ്ണവേ ഉള്ളൂ. യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിളാണ് നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഈസ്റ്റ് മാത്രമാണ് യൂണിസെല്ലുലാറിൽ വരുന്നത്. ഇനി ദെയർ ബോഡി കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് ഹൈഫേ. ഇനി ഈ ഫംഗൽ ബോഡിക്കകത്തുള്ളതെന്ന് പറഞ്ഞാൽ നൂല് പോലുള്ള, ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നൂല് പോലുള്ള എന്താ പറയുക, നീളത്തിലുള്ള
ഒരു ഘടകം, ഒരു സ്ട്രക്ചർ. അതിനെ ഹൈഫ എന്നാണ് പറയുന്നത്. ഫംഗൽ ബോഡിക്ക് പറയുന്നത് ഹൈഫ എന്നാണ്. ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫ ഈസ് കാൾഡ് മൈസീലിയം. ഇനി ഇതിങ്ങനെ വ്യാപിച്ച് പോവും. ആ നെറ്റ്വർക്കിനെ നമ്മൾ മൈസീലിയം എന്ന് പറയും. അപ്പോൾ ഫംഗൽ ബോഡി ഈസ് കാൾഡ് ഹൈഫേ ആൻഡ് ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് നോൺ ആസ് മൈസീലിയം. Some hyphae are continuous tubes filled with multinucleated cytoplasm. അത് ഓർക്കണം. ചില ഹൈഫകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്യൂബ് കണക്ക് പോകും. അതിനകത്ത് എന്ത് കാണുമെന്നറിയാം? ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണും. സാധാരണ ഒരു സെല്ലെന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ട്യൂബ് പോലെ പോയിട്ട് അതിനകത്ത് എന്ത് കാണും? ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണും. മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. അതിന് പറയുന്നത് സീനോസൈറ്റിക് ഹൈഫേ എന്നാണ്. സീനോസൈറ്റിക് ഹൈഫേ. ഇനി ചിലതിനെന്ന് പറഞ്ഞാൽ ക്രോസ് വാൾസ് കാണും. ഇങ്ങനെ ട്യൂബ് കണക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ ചില ഹൈഫകളിൽ എന്ത് കാണും? ക്രോസ് വാൾസ് ഉണ്ടാവും. ഇനി സെൽ വാൾസ് ആർ മേഡപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ദ സെൽ വാൾസ് ഓഫ് ഫഞ്ചൈ ആർ മേഡപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. കൈറ്റിൻ കൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പോളിസാക്കറൈഡുകൾ കൊണ്ടോ നിർമ്മിച്ച സെൽ വാളാണ് ആർക്കുള്ളത്? ഫംഗസുകൾക്കുള്ളത്. ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചൈ ക്യാൻ ടേക്സ് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. അപ്പോൾ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഫംഗസുകളിൽ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. 1 വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, 2 അസെക്ഷൽ റീപ്രൊഡക്ഷൻ, 3 സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ ആദ്യത്തേത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ് ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. 1 ഫ്രാഗ്മെൻറ്റേഷൻ, 2 ഫിഷൻ, 3 ബഡ്ഡിങ്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് സ്പോർസ്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള സ്പോറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സ്പോറുകളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. കൊണീഡിയ ഓർ സ്പെറാഞ്ചിയോസ്പോർസ് ഓർ സൂസ്പോർസ്. അപ്പോൾ 2-3 തരത്തിലുള്ള സ്പോറുകളുണ്ട്. കൊണീഡിയ എന്ന് പറയും, അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ് എന്ന് പറയും, അല്ലെങ്കിൽ സൂസ്പോർസ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ജനറലായിട്ട് പറയുന്നതാണ്. ഇനി ഓരോ ക്ലാസ് പഠിക്കുമ്പോഴും അവയിൽ വരുന്ന സ്പോറുകളെക്കുറിച്ച് നമ്മൾ അപ്പോഴും പറയും. ഓക്കെ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് oospores, ascospores ആൻഡ് ബെസിഡിയോസ്പോർസ്. ഇതെല്ലാം പുതിയ വാക്കുകളാണ്. ഇതിനൊന്നും മലയാളമില്ല. ഇതുപോലെ തന്നെ പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് oospores, ascospores and basidiospores. The various spores are produced in distinct structures called fruiting bodies. ഇനി വ്യത്യസ്ത തരത്തിലുള്ള സ്പോറുകളുടെ പേര് പറഞ്ഞില്ലേ, അതെല്ലാം ഉണ്ടാവുന്ന ആ സ്ട്രക്ചറിന് പറയുന്ന പേര് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്നാണ്. The sexual cycle involves 3 steps. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിനകത്ത് 3 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile ഓർ നോൺ motile gametes. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് 3 സ്റ്റെപ്സ്. അതിൽ ഒന്നാമത്തത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile ഓർ നോൺ motile gametes. അതിനൊരു പേരുണ്ട്, പ്ലാസ്മോഗ്യാമി എന്നാണ് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile ഓർ നോൺ motile gamete. ഒന്നുകിൽ മോട്ടൈൽ മീൻസ് മൂവ് ചെയ്യാൻ കഴിയുള്ള, ചലനശേഷിയുള്ളത്, അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാത്ത. ഒന്നുകിൽ 2 ചലനശേഷിയുള്ള ഗ്യാമേറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാത്ത 2 ഗ്യാമേറ്റ്സ് തമ്മിലോ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യുന്നു. അവയുടെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് പ്ലാസ്മോഗ്യാമി. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? പ്ലാസ്മോഗ്യാമി. എന്താണ് പ്ലാസ്മോഗ്യാമി എന്ന് പറഞ്ഞാൽ? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile ഓർ നോൺ motile gametes. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഫ്യൂഷൻ ഓഫ് 2 nuclei കാൾഡ് കാരിയോഗ്യാമി. ഫ്യൂഷൻ ഓഫ്
ടു ന്യൂക്ലിയൈ, 2 ന്യൂക്ലിയസ് തമ്മിൽ ചേരുന്നു. അതിനെ കാരിയോഗ്യാമി എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മിയോസിസ്. അപ്പോൾ ഗ്യാമേറ്റ്സ് തമ്മിൽ ചേർന്നാലും ന്യൂക്ലിയസ് തമ്മിൽ ചേർന്നാലും എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. അപ്പോൾ ആ സൈഗോട്ടിൽ നടക്കുന്ന മിയോസിസ്, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. അപ്പോൾ ദീസ് ആർ ദ 3 steps ഇൻവോൾവ് ഇൻ സെക്ഷുവൽ സൈക്കിൾ. ഏതൊക്കെയാണ്? പ്ലാസ്മോഗ്യാമി, കാരിയോഗ്യാമി ആൻഡ് മിയോസിസ് ഇൻ സൈഗോട്ട്. ഇനി നമ്മൾ 1-2 എക്സാമ്പിൾ പഠിച്ചിരിക്കണം. നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്കായ പെനിസിലിയം. അപ്പോൾ ഈ പെനിസിലിൻ, ആൻറ്റിബയോട്ടിക്കിൻ്റെ പേര് പെനിസിലിൻ എന്നാണ്. അത് നിർമ്മിച്ചെടുത്തത് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ്, പെനിസിലിയം നൊട്ടേറ്റം. അപ്പോൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിക്കും ഫംഗസിൻ്റെ. അപ്പോൾ അതിൽ സം ഓഫ് ദം ആർ സോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, എക്സാമ്പിൾ പെനിസിലിയം. അതുപോലെ എല്ലായിടത്തും നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫംഗസുകളെ കാണാൻ പറ്റും അല്ലേ? ദേ ആർ കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ, ഇൻ എയർ, വാട്ടർ, സോയിൽ ആൻഡ് ഓൺ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എക്സെട്ര. ഏറ്റവും കൂടുതൽ ഇത് വളരാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ഹ്യൂമിഡ് പ്ലേസസ് ആണ്. എന്ന് പറഞ്ഞാൽ നനവ് കൂടുതലുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്താണ് ജനറൽ ക്യാരക്ടേഴ്സ് തീരും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞില്ലേ. വെൻ എ ഫംഗസ് റീപ്രൊഡ്യൂസസ് സെക്ഷലി, 2 ഹാപ്ലോയിഡ് ഹൈഫേ ഓഫ് കോമ്പാറ്റിബിൾ മേറ്റിംഗ് ടൈപ്പ് കം ടുഗെദർ ആൻഡ് ഫ്യൂസ്. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 ഹൈഫകൾ, ഒരേ തരത്തിലുള്ള 2 ഹൈഫകൾ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ സം ഫഞ്ചൈ ദ ഫ്യൂഷൻ ഓഫ് 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട്സ് ഇൻ 2 ഡിപ്ലോയിഡ് സെൽസ്. അപ്പോൾ 2 ഹാപ്ലോയിഡ് ഹൈഫകൾ തമ്മിൽ ചേരുമ്പോൾ എന്തുണ്ടാവും? ഒരു ഡിപ്ലോയിഡ് സെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷന് പറയുന്നത് ഡയാകാരിയോൺ എന്നാണ്. അപ്പോൾ 2 ഹാപ്ലോയിഡ് ഹൈഫകൾ തമ്മിൽ ചേർന്നിട്ട് ഒരു ഡിപ്ലോയിഡ് സെൽ ഉണ്ടാവും. അപ്പോൾ ഇതിന് പറയുന്നത് ഡയാകാരിയോൺ. ആ ഹൈഫയ്ക്ക് അല്ലെങ്കിൽ ആ കണ്ടീഷന് പറയുന്നത് ഡയാകാരിയോൺ. ഈ ഫേസിനെ ഡയാകാരിയോ ഫേസ് എന്ന് പറയും. The fungi form fruiting bodies in which reproduction division occurs, leading to the formation of haploid spores. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് ഫ്രൂട്ടിംഗ് ബോഡീസ്, നേരത്തെ പറഞ്ഞില്ലേ വ്യത്യസ്തങ്ങളായ സ്പോറുകൾ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സിനെ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയും. ആ ഫ്രൂട്ടിംഗ് ബോഡിക്കകത്ത് എന്തുണ്ടാവും? സ്പോറുകൾ ഉണ്ടാവും. ആ സ്പോറുകളാണ് പിന്നീട് അടുത്ത ജെർമിനേഷന് സഹായിക്കുന്നത്. ഇനി the morphology of mycelium, mode of spore formation and fruiting bodies form the basis for the division of kingdom into various classes. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ യൂണിസെല്ലാർ ഉണ്ട്, മൾട്ടി സെല്ലാർ ഉണ്ട്. അതിൽ തന്നെയും ഇതിൻ്റെ ഹൈഫ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇങ്ങനെ ട്യൂബുലാർ ആയിരിക്കും, അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആയിരിക്കും. അതിൽ തന്നെ ചിലപ്പോൾ സെപ്റ്റ കാണും, ക്രോസ് വാൾസ് കാണും. അപ്പോൾ ആ മൈസീലിയത്തിൻ്റെ മോർഫോളജി വെച്ചിട്ടും അതുപോലെ മോഡ് ഓഫ് സ്പോർ ഫോമേഷൻ, വ്യത്യസ്ത തരത്തിലുള്ള സ്പോറുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വ്യത്യസ്തങ്ങളായ സ്പോറുകൾ വെച്ചിട്ടും അവ ഉണ്ടാകുന്ന ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ അടിസ്ഥാനത്തിലും കിങ്ഡം ഫഞ്ചയെ വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫൈക്കോമൈസെറ്റ്സ് എന്ന് പറയും. ഫൈക്കോമൈസെറ്റ്സ്. രണ്ടാമത്തത് അസ്കോമൈസെറ്റ്സ്. ഇപ്പോൾ രണ്ടാമത്തത് അസ്കോമൈസെറ്റ്സ്, 3 ബെസിഡിയോമൈസെറ്റ്സ്, 4 ഡ്യൂറ്ററോമൈസെറ്റ്സ്. ഇപ്പോൾ ഏതൊക്കെയാണ് ഡിവിഷൻസ് എന്ന് പറയുന്നത്? ഫൈക്കോമൈസെറ്റ്സ്, അസ്കോമൈസെറ്റ്സ്, ബെസിഡിയോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂറ്ററോമൈസെറ്റ്സ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോമേഷൻ ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്, കിങ്ഡം ഫഞ്ചൈ is classified into 4 classes. ഏതൊക്കെയാണ്? ഫൈക്കോമൈസെറ്റ്സ്, അസ്കോമൈസെറ്റ്സ്,
ബെസിഡിയോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂറ്ററോമൈസെറ്റ്സ്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫൈക്കോമൈസെറ്റുകളെ കുറിച്ചാണ്. ഫൈക്കോമൈസെറ്റ്സ്. Members of phycomycetes are found in aquatic habitats and on decaying wood in moist and damp places or as parasites. അപ്പോൾ നേരത്തെ നമ്മൾ ഫംഗസുകളുടെ ജനറൽ ക്യാരക്ടേഴ്സ് പറഞ്ഞായിരുന്നു. കൂടുതലും ഫംഗസുകളെന്ന് പറയുന്നത് എന്താണ്? ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഫൈക്കോമൈസെറ്റുകളെന്ന് പറയുന്നത് കൂടുതലും എങ്ങനെയാണെന്നറിയോ? അക്വാട്ടിക് ഹാബിറ്റാറ്റ്, അതായത് ജലത്തിൽ വസിക്കുന്ന ഒരു ടൈപ്പ്. അതുപോലെ ആൻഡ് ഓൺ ഡീക്കേയിങ് വുഡ്, അഴുകിയ തടിക്കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ പാരസൈറ്റുകൾ, പ്ലാന്റ്സിൽ പാരസൈറ്റുകളായിട്ട് വസിക്കാറുണ്ട്. ദ മൈസീലിയം ഈസ് എസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. മൈസീലിയം എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താണ് മൈസീലിയം? ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ. എന്താണ് ഹൈഫ? ദ ഫംഗൽ ബോഡി ഈസ് കാൾഡ് ഹൈഫേ ആൻഡ് ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് കാൾഡ് മൈസീലിയം. അപ്പോൾ ഇവിടെ മൈസീലിയം എന്ന് പറയുന്നത് എസെപ്റ്റേറ്റ് ആണ്. നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ക്രോസ് വാൾസ് കാണും, ചിലപ്പോൾ ക്രോസ് വാൾസ് കാണില്ല. അപ്പോൾ എസെപ്റ്റേറ്റ് മീൻസ് സെപ്റ്റ ഇല്ല, ക്രോസ് വാൾസ് ഇല്ല. ആൻഡ് സീനോസൈറ്റിക്. എന്താണ് സീനോസൈറ്റിക് കണ്ടീഷൻ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം, അതിനെയാണ് സീനോസൈറ്റിക് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ സൂസ്പോർസ്, അതായത് മോട്ടൈൽ സ്പോറുകളായ, മോട്ടൈൽ മീൻസ് മൂവ് ചെയ്യാൻ കഴിയുന്ന, മോട്ടൈൽ സ്പോറുകളായ സൂസ്പോറുകളാണ് അസെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്നത്. അതുപോലെ നോൺ മോട്ടൈൽ സ്പോറുകളുണ്ട്, അതിനെ അപ്ലാനോസ്പോർസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മോട്ടൈൽ സ്പോറുകളായ സൂസ്പോർസും നോൺ മോട്ടൈൽ സ്പോർസായ അപ്ലാനോസ്പോർസുമാണ് എന്തിന് സഹായിക്കുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്നത്. അപ്പോൾ ഈ സ്പോറുകളുടെ പേരാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇൻ ഫൈക്കോമൈസെറ്റ്സ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് മോട്ടൈൽ സ്പോർസ്. ഏതാണ് മോട്ടൈൽ സ്പോർസ്? സൂസ്പോർസ്. ആൻഡ് ബൈ നോൺ മോട്ടൈൽ സ്പോർസ് അപ്ലാനോസ്പോർസ്. അപ്പോൾ ഫൈക്കോമൈസെറ്റിൽ അസെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന രണ്ട് തരത്തിലുള്ള സ്പോറുകൾ, അതായത് മോട്ടൈൽ സ്പോറുകളുമുണ്ട്, നോൺ മോട്ടൈൽ സ്പോറുകളുമുണ്ട്. മോട്ടൈൽ സ്പോർസിനെ സൂസ്പോർസ് എന്നും നോൺ മോട്ടൈൽ സ്പോർസിനെ അപ്ലാനോസ്പോർസ് എന്നും പറയും. ഓക്കെ. ദീസ് സ്പോർസ് ആർ എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം. ഇത് സ്പൊറാഞ്ചിയത്തിനകത്തായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പൊറാഞ്ചിയം മീൻസ് സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ, അതിനെയാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. എ സൈഗോസ്പോർ ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് ടു ഗ്യാമേറ്റ്സ്. രണ്ട് ഗ്യാമേറ്റുകൾ തമ്മിൽ ചേരുമ്പോൾ ഒരു സൈഗോസ്പോർ ഉണ്ടാവും. ദീസ് ഗ്യാമേറ്റ്സ് ആർ സിമിലർ ഇൻ മോർഫോളജി. മോർഫോളജി മീൻസ് പുറമേയുള്ള അപ്പിയറൻസ്, അതിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും, സിമിലർ ഇൻ മോർഫോളജി. അതുകൊണ്ട് അവയെ ഐസോഗ്യാമസ് എന്ന് പറയും. ഓർ ഡിസ്സിമിലർ, ചിലപ്പോൾ എങ്ങനെയായിരിക്കാം? ഡിസ്സിമിലർ ആയിരിക്കാം, വ്യത്യസ്തമായിരിക്കാം. അതിനെ നമ്മൾ അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ് എന്ന് പറയും. അപ്പോൾ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ എങ്ങനെയായിരിക്കും? സിമിലർ ഇൻ മോർഫോളജി, അതിനെ നമ്മൾ ഐസോഗ്യാമസ്, അല്ലെങ്കിലോ ഡിസ്സിമിലർ ആയിരിക്കും, വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കും, അതിനെ നമ്മൾ അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ് എന്ന് പറയും. ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. ഫൈക്കോമൈസെറ്റിന് 1-2 എക്സാമ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ മ്യൂക്കർ, ദെൻ റൈസോപ്പസ്. ഇതൊക്കെ ഈ പേരുകൾ ഇങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. മ്യൂക്കർ ആൻഡ് റൈസോപ്പസ്. റൈസോപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. റൈസോപ്പസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെഡിനകത്ത് വരുന്ന ബ്രെഡ് മൗൾഡില്ലേ, ബ്രെഡിൽ പിടിക്കുന്ന പൂപ്പില്ലേ, അതാണ് റൈസോപ്പസ്. അപ്പോൾ സം കോമൺ എക്സാമ്പിൾസ് ഓഫ് ഫൈക്കോമൈസെറ്റ്സ് ആർ മ്യൂക്കസ്, റൈസോപ്പസ് ആൻഡ് ആൽബ്യുഗോ. ആൽബ്യുഗോ അതെന്ന് പറയുന്ന ഒരു പാരസൈറ്റിക് ഫഞ്ചൈയാണ്, പാരസൈറ്റാണ് ആൽബ്യുഗോ. ഓക്കെ. അപ്പോൾ നമ്മൾ മൈസീലിയത്തിൻ്റെ മോർഫോളജി, അതുപോലെ മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ് അത് വെച്ചിട്ട് കിങ്ഡം ഫഞ്ചൈയെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് നമ്മൾ പഠിച്ചത് ഫൈക്കോമൈസെറ്റ്സ്. ഇനി രണ്ടാമത്തത് അസ്കോമൈസെറ്റാണ്. അപ്പോൾ അസ്കോമൈസെറ്റും ബെസിഡിയോമൈസെറ്റ്സും
ഡ്യൂറ്ററോമൈസറ്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് കേൾക്കുക. കേട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.